പ്രിയപ്പെട്ട അതിഥികളെ ഇങ്ങോട്ടേക്ക് സ്വാഗതം ചെയ്യാം. പേര് പറയുന്നില്ല, നേരിട്ടൊക്കെ കണ്ടോട്ടെ അല്ലേ. നമുക്ക് അതിഥികളല്ല, നമ്മുടെ കുടുംബാംഗങ്ങൾ തന്നെയാണ്. എല്ലായ്പ്പോഴും നമ്മൾ കാണുന്ന ആദ്യം എനിക്ക് ചോദിക്കാനുള്ളത് എവിടെ അതെ എവിടെ ഗുൽമോഹറിനെയും ഗുൽനാറിനെയും കൊണ്ടുവരാം എന്ന് ഇന്നലെ പ്രോമിസ് ചെയ്തിട്ടാണ് രണ്ടുപേരും പോയത്, കൊണ്ടുവന്നില്ല. അല്ല, ഇന്നലെ രാത്രി അല്പം വൈകിയാണല്ലോ പോയത്. അപ്പോൾ എല്ലാവരും രണ്ടുപേരും എഴുന്നേറ്റ് റെഡിയായി വരുന്നേ ഉള്ളൂ. ഗുൽമോഹറിന് ഇന്ന് നാടകം കാണണം എന്നൊക്കെ പറഞ്ഞത്. നാടകം കാണാൻ കൂടി താല്പര്യമുള്ളതുകൊണ്ട് നാടകത്തിന്റെ സമയത്ത് വരാം എന്ന് പറഞ്ഞിട്ട് അയാള് ഇങ്ങിറങ്ങിയില്ല. ഇന്ന് മുഴുവൻ ഇവിടെ തന്നെ കാണുമെന്നാണ്. ഇല്ല, മുഴുവനില്ല, യാത്രയുണ്ട്. അപ്പോൾ അവരുള്ള സമയത്ത് രാവിലെ ചില ഇവന്റുകൾ കണ്ടിട്ട് പോകാമെന്ന് കരുതി ഇറങ്ങിയതാണ്. നാടകം ഏതായാലും കാണണം, ഹയർ സെക്കൻഡറി നാടകം ടാഗോറിലെ. അപ്പോൾ അത് കാണുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. ഉള്ള സമയത്ത് ആ നാടകം കാണണം എന്ന് കരുതുന്നു. 2016 ശേഷം ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് കലോത്സവം തിരുവനന്തപുരത്തേക്ക് തിരിച്ചു വന്നിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ തവണ കൊല്ലം കലോത്സവത്തിലും അതിഥിയായിട്ട് MP വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ വിശേഷങ്ങളൊക്കെയും പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എന്താണ് തിരുവനന്തപുരത്തേക്ക് കലോത്സവം തലസ്ഥാന നഗരിയിലേക്ക് എത്തിയപ്പോൾ എങ്ങനെയുണ്ട്? ഗംഭീരമാണ്. കാരണം തിരുവനന്തപുരത്തെ ഒന്ന് വി ശിവൻകുട്ടി അദ്ദേഹം എത്രയോ കാലങ്ങൾക്ക് മുമ്പ് വളരെ കൃത്യം അന്നു മുതലേ തന്നെ ഒരുപാട് സംഘാടന അനുഭവം പറ്റുന്നുണ്ട് അദ്ദേഹത്തിന്. പിന്നെ ഉള്ള ടീം എല്ലാ MLA-മാരാണ് അതിൻ്റെ ചെയർമാൻമാരെല്ലാം വഹിക്കുന്നത്. എല്ലാവരും വളരെ അനുഭവ പരിചയമുള്ളവരാണ്, ഒരുപാട് ഇവൻറ്റുകൾ നടത്തി പരിചയമുള്ളവരാണ്. അതുകൊണ്ട് ഇത് മോശമാവില്ല. പിന്നെ ഞാൻ കണ്ട മറ്റൊരു പ്രത്യേകത, ഉദ്യോഗസ്ഥരും അധ്യാപക സംഘടനകൾ, അനധ്യാപകർ പ്ലസ് ഈ ജനപ്രതിനിധികൾ നല്ല കോമ്പിനേഷനിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ആര്യ രാജേന്ദ്രനാണ് മേയർ. അപ്പോൾ പുതിയ തലമുറയോട് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളാണ്. അപ്പോൾ നല്ലൊരു കോമ്പിനേഷനാണ് സംഘാടനത്തിൽ. അത് കാണാനുമുണ്ട്. വളരെ സന്തോഷകരമായ കാര്യം, ഞാൻ ഇന്നലെ വൈകുന്നേരമാണ് എത്തി ഈ കഴിഞ്ഞ നിമിഷങ്ങൾക്കിടയിൽ എല്ലാവരോടും സംസാരിച്ചപ്പോഴും എല്ലാവരും വളരെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസാണ് സംഘാടനവുമായി ബന്ധപ്പെട്ട് ഈ നിമിഷം വരെ തരുന്നത്. മാധ്യമപ്രവർത്തകർ പറയുന്നുണ്ട് ഈ നിമിഷം വരെ ഒരു പരാതിയില്ല, എല്ലാവരും കംഫർട്ട് സോണിലാണ്, എല്ലാവരുടെ മുഖത്തും ഹാപ്പിനെസ് ആണ്, ഒരു പിരിമുറുക്കൊന്നുമില്ല, എല്ലാവരും വളരെ ഹാപ്പിയാണ്. അതെ, ഇവിടെ ഒരാളോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഈ ഡോക്ടർ അമൃത ആയതിന് ശേഷം നമ്മൾ കാണുകയാണ്, പക്ഷെ ഈ അക്കാദമിക്സിൽ മാത്രമല്ല കലാപരമായ കഴിവുകൾ ഉണ്ട് എന്നുള്ള എല്ലാവരും പറയുന്നുണ്ട്, ശരിയല്ലേ? ഞാനൊരു സംസ്ഥാന സ്കൂൾ കലോത്സവ വിജയിയാണ്. തുടർച്ചയായിട്ട് 3 പ്രാവശ്യം സംസ്ഥാന കലോത്സവത്തിൽ കാവ്യകേളി കൊല്ലം ജില്ലയെ പ്രതിനിധീകരിച്ച് A ഗ്രേഡ് വിന്നറാണ്. ഹൈസ്കൂൾ വിഭാഗത്തിൽ കടയ്ക്കൽ ഗവൺമെൻറ് HS, അത് കഴിഞ്ഞ് കടയ്ക്കൽ തന്നെ CP ഹയർ സെക്കൻഡറി സ്കൂളിലുമായിരുന്നു. എൻ്റെ ഹയർ സെക്കൻഡറി കലോത്സവം +2 കലോത്സവം തിരുവനന്തപുരത്തായിരുന്നു. അന്ന് രണ്ടാണ്, ഹൈസ്കൂളും ഹയർ സെക്കൻഡറി 2 കലോത്സവമായിരുന്നു. അത് തിരുവനന്തപുരത്താണ് നടന്നത്. അപ്പോൾ അന്ന് എൻ്റെ പ്രിൻസിപ്പൾ, എൻ്റെ CP ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പൾ അന്നത്തെ കൃഷി വകുപ്പ് മന്ത്രി മുല്ലക്കര നാരായണൻ സാറിൻ്റെ ഭാര്യയായിരുന്നു ഗീത ടീച്ചർ. അപ്പോൾ ടീച്ചറിൻ്റെ കൂടെയൊക്കെ വന്ന അനുഭവം, ടീച്ചറിൻ്റെ വീട്ടിൽ കൊണ്ട് നിർത്തി ടീച്ചർ 2 ദിവസം അവിടെ നിർത്തിയിരുന്നതൊക്കെയാണ് ഇവിടെ കൊണ്ടുവരണം. അന്ന് വീട്ടിൽ നിന്ന് ആരും കൂടെ വരില്ല, ടീച്ചേഴ്സാണല്ലോ വരുന്നത്. അങ്ങനെ വന്ന വലിയ അനുഭവമുണ്ട്. പിന്നെ കലോത്സവത്തിൽ ഒരുപാട് ഗ്രൂപ്പ് ഇവൻറ്റുകൾക്ക് കൂടെ മെയിൻ പാടാനും ഒക്കെ നിന്ന അനുഭവമുണ്ട്. സർവകലാശാല കലോത്സവത്തിലും ഒപ്പനയൊക്കെ ഞങ്ങൾ ഫസ്റ്റ് വാങ്ങിയിട്ടുണ്ട്, ഗവൺമെൻറ് ലോ കോളേജ്. അവിടെയും അങ്ങനെ ഫുൾ ടൈം കലോത്സവം എന്ന് പറഞ്ഞാൽ എനിക്ക് 1 ഇയർ എൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ പാർട്ട് ആൻഡ് പാഴ്സലായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഫുൾ ടൈം. അപ്പോൾ അതിന് കലോത്സവം എന്ന് പറയുമ്പോൾ തന്നെ ആ സന്തോഷവും വൈബും ഇവിടെ ഇരിക്കുന്ന ഓരോ ടീച്ചേഴ്സിൻ്റെയും കുട്ടികളുടെയും ഈ അടിവയറിലുണ്ടാകുന്ന ഒരു പ്രത്യേക അതെനിക്കും അറിയാം. ഞാൻ ഇന്നലെ രാത്രി വന്ന് ഗ്രൂപ്പ് ഡാൻസ് കാണുന്നുണ്ടായിരുന്നു. പണ്ടും നമ്മൾ ഈ മത്സരിച്ചിട്ടും ഈ ഗ്രൂപ്പ് ഡാൻസ് കാണാൻ വേണ്ടി ആ വേദി പോയിരിക്കും, കാരണം ഒരു ഭയങ്കര കളർഫുള്ളാണ്. അവിടെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഇതല്ലേ ഈ കളിക്കാൻ കയറി നിൽക്കുമ്പോഴുള്ള ഈ അടിവയറെന്നൊക്കെ ഒരു പ്രത്യേകതയും കാലിലേക്കൊക്കെ ഇങ്ങനെ ഒരു തരിപ്പ് വരുമല്ലോ, അതൊക്കെ നമുക്ക് ഫീൽ ചെയ്യും അവരവിടെ നിൽക്കുമ്പോൾ. ഓരോ വയറ്റിലേക്ക് മഞ്ഞ് വീഴുന്ന മഞ്ഞ് വീഴുന്നതാണോ? എനിക്ക് ഭയങ്കര ടെൻഷനുള്ള ആളായിരുന്നു ഇങ്ങനെ കയറുമ്പോഴേ. പക്ഷെ നമ്മൾ തട്ടേ കയറി കഴിഞ്ഞാൽ ഇതെല്ലാം മാറും. ആദ്യത്തെ ഒരു വരി പറയുന്ന ഒരു പ്രശ്നമേ ഉള്ളൂ, അത് പ്രസംഗത്തിലും അങ്ങനെയാണ്. അതെ, അതിനിടയ്ക്ക് ഈ ഡാൻസിന്റെ കാര്യവും ഒക്കെ പറഞ്ഞു, പക്ഷെ അതിനിടയ്ക്ക് ഒരു വരി മെയിൻ പാടാൻ വരെ ഞാൻ കയറിയിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ പാട്ട് പാടാൻ നമുക്ക് അങ്ങനെ വിടാൻ പറ്റും? പാട്ട് പഠിച്ചൊരു പാട്ടുകാരിയൊന്നുമല്ല, പക്ഷെ ഞാൻ എല്ലാത്തിലും പാടുമായിരുന്നു. ഈ കവിതയിലാണ് തുടങ്ങിയത്. ഞാനിപ്പോൾ അങ്ങനെ വേറെ നല്ല പ്രോത്സാഹനമാണ്. അമൃത കഴിഞ്ഞൊരു ദിവസം വളരെ അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ സ്ക്രീനിൽ വന്നിട്ടാണ് ഞാൻ കണ്ടത്. നന്നായിട്ട് ഒരു പാട്ട് ദൂരദർശനിലൊരു പാട്ട് പരിപാടിയിൽ പോകുന്നുണ്ടായിരുന്നു ആങ്കറായിട്ട്. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ അതിൻ്റെ ഒരു ആനിവേഴ്സറി വന്നപ്പോഴേക്കും ഒരു പാട്ട് കമ്പോസ് ചെയ്തിരുന്നു.
പാട്ട് വന്നപ്പോഴാണ് ഞാനും ശ്രദ്ധയിൽപ്പെട്ടത്. രാധിക നന്നായി ചെയ്തിരുന്നു. പാടും പാടുന്നവർ അല്ല, ഞാൻ ഒരു കവിത ചൊല്ലിയാൽ മതിയാന്ന് വിചാരിക്കുന്നേ. ദാരിദ്ര്യത്തിൻ്റെ നിലവിളികൾ താരാപഥത്തോളമെത്തിയിട്ടും നിർദ്ദയലോകമേ നീ ഇനിയും മർദ്ദനം നിർത്തുവാനല്ല ഭാവം. ഒട്ടിത്തളർന്ന വയറ്റിൽ നിന്നും പൊട്ടിത്തെറിക്കുന്ന തീപ്പൊരികൾ അന്തരീക്ഷത്തിൽ പടർന്നുയർന്ന തെന്തയ്യോ കണ്ടില്ല നിങ്ങളാരും. വിത്തേശരെ നിങ്ങൾ കേൾപ്പതില്ലേ വിപ്ലവത്തിൻ്റെ മണിമുഴക്കം. സ്ഥിരം കേട്ടോണ്ടിരിക്കുന്ന ആൾക്കല്ലേ അറിയാം. അല്ല, എംപിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും? ഇല്ല, ഞാനിപ്പോ ആ ചിരിയിൽ എന്തോ ഉണ്ട്. ഞാൻ കലോത്സവത്തിൽ എൻ്റെ സ്കൂൾ കലോത്സവത്തിൻ്റെ കാലഘട്ടത്തിലുള്ള നല്ല അനുഭവമുണ്ട്. പക്ഷെ അമൃതയും പറഞ്ഞതുപോലെ അമൃത തന്നെ ഇപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ പറയായിരുന്നു, അമൃത അന്ന് കാവ്യകളിയിൽ മത്സരിച്ച് പോകുന്നത് ആ ഗ്രാമീണ മേഖലയിലെ ആ പള്ളിക്കൂടത്തിൽ ആദ്യമായി ലഭിക്കുന്ന സംസ്ഥാന സ്കൂൾ അവാർഡാണ്. ഞങ്ങളും ഒക്കെ നന്നായിട്ടന്ന് ഞങ്ങൾ വലിയ ടീം തന്നെ ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ അന്ന് ആ ടീമിൻ്റെ ഭാഗമായിട്ട് നിന്ന ഒരുപാട് പേര് പിന്നീട് കലാരംഗത്തെല്ലാം തന്നെ വളരെ പ്രമുഖരായി മാറി. പക്ഷേ ഞങ്ങളെ ഒന്നും അങ്ങനെ ബ്രിങ് ചെയ്ത് കൊണ്ടുവന്ന് ഒരു ജില്ലാ കലോത്സവ വേദികളിൽ പോലും എത്തിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൽ നിന്നല്ല ഇന്ന് ഞാൻ കാണുന്നൊരു കാഴ്ച, നമ്മുടെ ഗ്രാമീണ മേഖലയിലെ സ്കൂളുകളിൽ പോലുമുള്ള കുട്ടികൾ അവർ നന്നായിട്ട് ഗ്രൂം ചെയ്യുന്നുണ്ട്, നിർഭയമായവർ വരുന്നുണ്ട്. അവർക്കെല്ലാവർക്കും പങ്കെടുക്കാൻ കഴിയുന്ന വിധമുള്ളൊരു അന്തരീക്ഷമായി നമ്മുടെ സ്കൂൾ കലോത്സവമാണ്. ഞങ്ങൾക്ക് അവസരം നിഷേധിക്കപ്പെട്ടവരാണ്. നന്നായിട്ട് തിയേറ്ററായിരുന്നു എൻ്റെ പ്രധാനപ്പെട്ട ഐറ്റം. നാടകമാണ്, മോണോ ആക്റ്റാണ്, പിന്നെ അതുമായി ഇവിടെ എല്ലാ തിയേറ്റർ ഐറ്റംസിലും സ്കൂൾ, കോളേജ്, യൂത്ത് ഫെസ്റ്റിവലുകളെല്ലാം തന്നെ സജീവമായിട്ടുണ്ടായിരുന്നു. സ്കൂളിൽ പക്ഷേ ഒരു ഘട്ടത്തിലും എനിക്ക് മുകളിലോട്ട് വരാനുള്ള, നമ്മുടെ സ്കൂളിൽ നിന്ന് ആരും അങ്ങനെ പോയതായുള്ള അനുഭവവും ഓർമ്മയും ഞങ്ങളില്ല. സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലെല്ലാം തന്നെ വളരെ സജീവമായി എല്ലാവരും പങ്കെടുത്തിരുന്നു. അപ്പോൾ അതൊക്കെ ഇവിടെ അങ്ങനെ കാണിക്കുന്നത് പണിയാണ്. ഏതൊക്കെ ഇനങ്ങളാണ്? കൊല്ലം കലോത്സവത്തിൽ ഞാൻ ഇതേ ചോദ്യം ചോദിച്ചതാ. അന്ന് MP വിദഗ്ധമായിട്ട് മുങ്ങിയായിരുന്നു. ഞാൻ ചോദിച്ചു, മിമിക്രിയോ മോണോ ആക്ടോ പല വേദികളിൽ പെർഫോം ഇങ്ങനെ അനുഭവം ഉണ്ടോ എന്ന് പറഞ്ഞപ്പോൾ ആവുന്ന ചോദിച്ചു. പക്ഷെ ഒന്നും അന്ന് പിടി തന്നില്ല. ഒരു പ്രോത്സാഹനം തിരിച്ചു കൊടുത്തൂടെ? അല്ല, ഈ ഒരു ഇവന്റും അല്ലെ, ഞങ്ങളെ തമാശക്ക് പറയായിരുന്നു ഇങ്ങനെ, ഞങ്ങളും മോണോ ആക്ട് നാടകമൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ചുമ്മാ കളിയാക്കും. ഞങ്ങൾ പറഞ്ഞു ശരിക്കും ഇതൊക്കെ ഇങ്ങനെ ചോദിക്കാം. അപ്പൊ ഞാൻ ഒരു ദിവസം നോക്കിയപ്പോ ഉമ്മ ഒരു വലിയൊരു ഭാഗം തരാൻ സർട്ടിഫിക്കറ്റ്, അതായത് മോൻ ഇതൊക്കെ പങ്കെടുത്തു എന്നെ തെളിവ് സഹിതം എന്റെ മുമ്പിൽ ഇട്ടാന്ന് കണ്ടു നോക്ക്. എന്റെ കൊച്ചു പോയത് ഇതിനെല്ലാം. ഞങ്ങൾ ഇതിന് പുറമെ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലും കോളേജ് യൂത്ത് ഫെസ്റ്റിവലിനും പുറമെ അന്ന് കോളേജ് യൂത്ത് ഫെസ്റ്റിവലിന്റെ സമയത്ത് പ്രസംഗത്തിനെല്ലാം പോകുമ്പോൾ നമ്മുടെ വളരെ കൗതുകരമായൊരു കോമ്പിനേഷൻ ഉണ്ടായിരുന്നു. നമ്മുടെ ആശാ പ്രഭാകർ, ഇപ്പം KN ബാലഗോപാലിൻ്റെ ഭാര്യയാണ്. പിന്നെ മാധ്യമപ്രവർത്തകൻ പ്രശാന്ത് രഘുവംശം. യൂണിവേഴ്സിറ്റി കോളേജിൽ അന്ന് പ്രശാന്ത് ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരു ടീമാണെന്ന് സംവാദത്തിന്, ഡിബേറ്റിനും പ്രസംഗത്തിനും ക്വിസിനുമെല്ലാം അന്ന് വിവിധ ക്യാമ്പസുകളിലേക്ക് യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ ടീം ക്ലബ്ബുകളിൽ മത്സരിക്കാൻ പോകുമായിരുന്നു. മത്സരം സംഘടിപ്പിക്കുമായിരുന്നു. മത്സരത്തിന് ഒരുപാട് മത്സരങ്ങൾക്ക് ക്ലബ്ബ് തല മത്സരങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ അങ്ങനെ പോയി ഒരുപാട് രസകരമായ, വളരെ ഗംഭീരമായ അനുഭവങ്ങളുണ്ട്. പക്ഷെ നമ്മൾ അന്നൊക്കെ പെർഫോം ചെയ്ത നാടകവും തിയേറ്ററൊക്കെ ആണല്ലോ. അതിപ്പോൾ ഇവിടെ നിന്നിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറഞ്ഞാൽ അതിനകത്തൊരു അഭംഗിയുണ്ട്. അത് ശരിയല്ല. അതങ്ങോട്ട് നമ്മുടെ ഫ്രെയിമിലേക്ക് MP എത്തുമ്പോഴേ ഒരിക്കലും മിസ്സാക്കാൻ പാടില്ലാത്തൊരു ചോദ്യമുണ്ട്. പഴയ കൈരളി റിപ്പോർട്ടിംഗ് കാലത്ത് എപ്പോഴെങ്കിലും യഥാർത്ഥത്തിൽ വളരെ രസകരമായ കാര്യം. ഇത് ഞാൻ തന്നെ പിടിച്ചു പറയുന്നതായിരിക്കും നല്ലത്. വളരെ അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന കാര്യം, ഇങ്ങനെ കൈരളിയുടെ അന്ന് ഈ ലോഗോല്ല ഈ മൈക്കല്ല, കുറെ കൂടി പ്ലാസ്റ്റിക് കവറുള്ള മൈക്കാണ്. ആ മൈക്ക് പിടിച്ചിങ്ങനെ നിന്നിട്ട് ഒരുപാട് സന്ദർഭങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൈരളി കലോത്സവ നഗരിയിൽ നിന്നും ഭാര്യ അമൃത സതീശിനൊപ്പം ക്യാമറാമാൻ അജിത്തിനുമൊപ്പം റഹീം, തിരുവനന്തപുരം. അന്ന് ഇപ്പോൾ അജിത്ത് ക്യാമറ ചെയ്തു. അന്ന് അതുപോലെ തിരുവനന്തപുരത്ത്
ജെയിംസ് പൂമുട്ടിൽ എന്ന് പറയുന്ന അജിത്ത് ഞാൻ ജോലി ചെയ്യുമ്പോൾ ഉണ്ടാവും. ഉണ്ട്. എൻ്റെ ക്യാമറാമാൻ കൂടിയായിരുന്നു അത്. അന്ന് ജെയിംസ് ഏട്ടനുണ്ടായിരുന്നു. ഒട്ടനവധി സന്ദർഭങ്ങളിൽ ഇങ്ങനെ കൈരളിയുടെ റിപ്പോർട്ടറിൽ ചെയ്തിട്ടുണ്ട്. അതൊക്കെ വലിയ നല്ല രസകരവും കൗതുകരമായ അനുഭവങ്ങളാണ്, ഓർമ്മകളാണ്. കലോത്സവം റിപ്പോർട്ട് ചെയ്തിട്ടില്ല, ഇലക്ഷൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് നിരവധി സംഭവങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സോക്കോൾഡ് സോഫ്റ്റ് സ്റ്റോറികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു ഏരിയ അതായിരുന്നു. ഞങ്ങളുടെ ബ്യൂറോ ചീഫ് എന്ന് എബ്രഹാം മാത്യു ആയിരുന്നു. അപ്പോൾ അദ്ദേഹം എപ്പോഴും പറയാറുള്ളൊരു കാര്യമുണ്ട്, യഥാർത്ഥത്തിൽ അതാണ് ഹാർഡ് സ്റ്റോറീസ്, അതിന് സോഫ്റ്റ് സ്റ്റോറീസ് എന്ന് പേരിട്ട് വിളിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഹാർഡ് സ്റ്റോറീസ് ചെയ്യണമെന്നായിരുന്നു അദ്ദേഹം എപ്പോഴും ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കാറുണ്ടായിരുന്നത്. അന്ന് ബ്യൂറോയിലൊപ്പം ഉണ്ടായിരുന്നവർ, ഞങ്ങളുടെ ജൂനിയറായിട്ടുണ്ടായിരുന്നവർ പലരും ഇന്ന് മാധ്യമപ്രവർത്തകരായി വളരെ സജീവമായി അരികിലുണ്ട് എന്നുള്ളതാണ്. മറ്റു പല അതെ, മറ്റൊരുപാട് മാധ്യമ സ്ഥാപനങ്ങളിലാണെന്നേ ഉള്ളൂ. പക്ഷേ ഒരുപാട് യഥാർത്ഥത്തിൽ കേരളത്തിലെ മാധ്യമ പ്രവർത്തനങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന മിക്കവരുടെയും കളരി തുടക്കം കൈരളിയാണ്. ഒറ്റ നോട്ടത്തിൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ ഇന്ന് വിവിധ മാധ്യമ സ്ഥാപനങ്ങളിലെ ലീഡ് ചെയ്യുന്നവർ, മേധാവികളായിരിക്കുന്ന പലരും, ബ്യൂറോ ചലിപ്പിക്കുന്നവർ, റീജിയൻ ചലിപ്പിക്കുന്നവർ, ചാനൽ തന്നെ ചലിപ്പിക്കുന്ന പലരും കൈരളിയിലായിരുന്നു തുടക്കം എന്ന് കാണാൻ കഴിയും. ഇതെങ്ങനെ നോക്കുമ്പോൾ അവിടെ ഒരാൾ നിൽക്കുന്നു, പഴയ കൈരളിയാണ്, ആ കയ്യേർത്ത് കാണിച്ച. അപ്പം എല്ലാവരും അദ്ദേഹമാണ് എൻ്റെ സീനിയറായിരുന്നത്. ശ്രീജിത്ത് ആണ് ഞാൻ ആദ്യമായിട്ട് വന്നതിന് ശേഷം പുറത്ത് റിപ്പോർട്ട് ചെയ്യാൻ കൊണ്ടുപോകുന്നത് അദ്ദേഹത്തിനൊപ്പമാണ്. കൊല്ലത്ത് ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, കൊല്ലത്ത് DIC അന്ന് വന്ന സമയമാണ്. അപ്പോൾ കേമറിൽ DICയുടെ ശക്തി പ്രകടനം റിപ്പോർട്ട് ചെയ്യാനാണ് ഞാൻ ആദ്യമായി ഫീൽഡിൽ പോകുന്നത്. പുള്ളിയായിരുന്നു റിപ്പോർട്ട് ചെയ്യാൻ പോയത്, കൂടെ പോയത് ഞാനായിരുന്നു. തീർച്ചയായിട്ടും കൈരളിയുടെ ഒരുപാട് വളരെ രസകരമായ അനുഭവങ്ങളുണ്ട്. ആ ഒളിപ്പിച്ചു വെച്ച ഒഴിഞ്ഞു മാറിയ സംഭവങ്ങളൊക്കെ പുറത്തെടുക്കാൻ ഒരു അവസരം കൂടെ ഞങ്ങൾ തരും. ഗുൽനാറിൻ്റെയും വിശേഷം നമുക്ക് എപ്പോഴും വലിയ സന്തോഷമാണ്. അവർ പരമാവധി നമ്മൾ അവരുടെ കഴിവുകൾ എന്താണെന്ന് കണ്ടെത്തി. ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊക്കെ ഉണ്ടായിരുന്ന ഒരു മിസ്സിങ് എന്ന് പറയുന്നത് നമ്മുടെ കഴിവുകളോ നമ്മുടെ അത്തരം മേഖലയിലായിരുന്നില്ല. പേരൻസിനെ കുറ്റം പറയാൻ പറ്റില്ല, അവരുടെ പാരൻറ്റിങ്, അവരുടെ അനുഭവങ്ങൾ അങ്ങനെയായിരുന്നു അവരുടെ. പക്ഷെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പ്രധാനമായും കുഞ്ഞുങ്ങളെ അവൻ്റെ ടാലൻ്റ് എന്താണെന്ന് കണ്ടെത്തുക, ആ ടാലൻറ്റിലേക്ക് അവരെ അതിനുള്ള അവസരങ്ങൾ ഒരുക്കുക. അതാണ് പാരൻറ്റിങ്. പരമാവധി മികച്ച അവസരങ്ങൾ നമ്മുടെ ബന്ധങ്ങൾ ഉപയോഗിച്ചും നമ്മുടെ സൗഹൃദങ്ങൾ ഉപയോഗിച്ചും എല്ലാം അവർക്ക് അതിനു വേണ്ടി ഉണ്ടാക്കി കൊടുക്കുക. അല്ല ഞങ്ങൾ പഠിക്കൂ എന്ന് പറയുന്നതിനപ്പുറത്ത് എന്താണോ അവൻ്റെ കഴിവ്, ആ കഴിവിൻ്റെ മേഖലയിലേക്ക് അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അതിനാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ഗുൽമോഹർ ഇപ്പോൾ സിനിമയുടെ വന്നു, 3 സിനിമകൾ മോൻ ചെയ്തു. ഇനിയും അവന് അതിൽ താല്പര്യമുണ്ടെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഇനി നാളെ വേറൊരു മേഖലയിലേക്കാണ് അവന് താല്പര്യമെന്നോ അവൻ്റെ പ്രതിഭാധനത്തുമെന്നോ കാണാൻ കഴിഞ്ഞാൽ ആ മേഖലയിൽ അവസരം എടുക്കും. പല സ്പോർട്സിലൊക്കെ ഞങ്ങൾ വിട്ടുനോക്കിയപ്പോൾ സ്പോർട്സൊന്നും അല്ല, ഹുക്ക് ചെയ്യുന്നില്ല. അപ്പോൾ പിന്നെ ഇത് വരട്ടെ എന്ന് കരുതി. അപ്പോൾ ഇതിൽ നോക്കിയപ്പോഴേക്കും ഇത് ടാലൻറ്റഡ് ആണ്, അവൻ തന്നെ ഇൻട്രസ്റ്റഡ് ആണ്. അപ്പോൾ പിന്നെ അങ്ങനെ ഞങ്ങൾ അവസരങ്ങൾ ഉണ്ടാക്കാനുള്ള ഞങ്ങളുടെ ശ്രമങ്ങൾ നടത്തുന്നത് അത്രയേ ഉള്ളൂ. തീർച്ചയായിട്ടും ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് അവന് തന്നെ അവസരങ്ങൾക്കുള്ള ബ്രിഡ്ജ് കിട്ടുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായിരുന്നു. ആദ്യം ചെയ്ത ടീം തന്നെയാണ് രണ്ടാമത്തതിലേക്ക് അവർ തന്നെ എടുക്കായിരുന്നു. അപ്പോൾ അത് നമുക്ക് സന്തോഷമുള്ളൊരു കാര്യമാണ്. MP-യും ഭാര്യ അമൃതയും ഇപ്പോൾ എത്തിയപ്പോൾ നമ്മുടെ പ്രേക്ഷകർ അങ്ങോട്ട് ഉണർന്നിട്ടുണ്ട്. നോക്കൂ, കമന്റ്സ് നോക്കൂ കേട്ടോ. ഡോക്ടറിന്റെ ആലാപനം നന്നായിട്ടുണ്ട് എന്ന് സിന്ധു പറയുന്നു. നേരിട്ട് അഭിനന്ദനങ്ങൾ അറിയിക്കണം MP-ക്ക് കുടുംബത്തിനും. ദേവരാജൻ പറയുന്നുണ്ട്. അതെ. അമൃത നല്ല ആലാപനം, അഭിനന്ദനങ്ങൾ എന്ന് പറയുന്നുണ്ട്. അമൃത മനോഹരമാക്കി, വേദിയിൽ തിളങ്ങുന്നവർക്ക് എന്നും പ്രചോദനമായിരിക്കട്ടെ എന്നതാണ് താജുദ്ദീൻ പറയുന്നത്. നോക്ക്, സ്ഥിരം കാലങ്ങളായി കൈരളിയുടെ പ്രേക്ഷകരായിട്ടുള്ള റഹീം കൈരളി റിപ്പോർട്ടർ ആയിരുന്നു എന്ന് ഓർത്തു വെച്ച് കമന്റ് ചെയ്തിട്ടുണ്ട് രാജീവൻ കെ. ഓക്കെ, അപ്പോൾ അങ്ങനെ എല്ലാവരുടെയും ആശംസകൾ കുടുംബത്തിൽ എല്ലാവർക്കും. ഗുൽമോഹൻ ആണെങ്കിൽ നാടകവേദികളിൽ ഇന്ന് സജീവമാകണമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു അല്ലേ? ചൂസ് ചെയ്താണ്. അപ്പോൾ അവൻ്റെ ഒരു ട്രെയിനറുണ്ട്, അപ്പോൾ അദ്ദേഹം കൂടെ ഉണ്ടാവും. നാടകം കാണാമെന്നുള്ള ധാരണയിലാണ് ആളിരിക്കുന്നത്. താങ്ക് യു. കുറച്ചധികം നിമിഷം നമുക്ക് വലിയ സന്തോഷമായിട്ടുണ്ട്. പ്രത്യേകിച്ച് സൈൻ ഓഫ് ഗംഭീരമായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ എനിവേ അടുത്ത കലോത്സവ വേദിയിൽ വീണ്ടും കാണാം. കണ്ടുമുട്ടുന്നത് വരെ നന്ദി, നമസ്കാരം.